പശ്ചിമ ബംഗാളിൽ നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചു. ബരാസത്ത് ആശുപത്രിയിലെ 2 നഴ്സുമാർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ സമ്പർക്ക പട്ടികയിൽ 120 പേരാണുള്ളത്. സർക്കാർ സംസ്ഥാന തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ICMR-ന്റെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറിയിലാണ് നിപ്പ കേസ് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചത്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സമ്പർക്കമുണ്ടായവരെ കണ്ടെത്താൻ നീക്കം സജീവമാണെന്നും കേന്ദ്ര മെഡിക്കൽ സംഘം അറിയിച്ചു. നിപ്പ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ആണ് മനുഷ്യരിലേക്ക് പകരുക. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാതെ രോഗിയുമായി അടുത്തിടപഴകുന്നതോടെ പകരുന്നു. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം, ഉമിനീർ, മൂത്രം എന്നിവ കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും കഴിക്കുന്നതിലൂടെയും രോഗം പകരാം. പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം, ചുമ, വയറുവേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം തുടങ്ങിയവയാണ് നിപ്പ രോഗലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ 4 മുതൽ 21 ദിവസം വരെ വേണ്ടിവരും. 2018 കേരളത്തിൽ ആദ്യമായി നിപ്പ ബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലായിരുന്നു നിപ്പ സ്ഥിരീകരണം. 17 പേരാണ് അന്ന് മരിച്ചത്. 2019 ജൂണിൽ കൊച്ചിയിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2021 സെപ്റ്റംബറിൽ വീണ്ടും കോഴിക്കോട് രോഗബാധയുണ്ടായി. 2023 ഓഗസ്റ്റിലും സെപ്റ്റംബറിലും മലപ്പുറം ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു.